അപ്പോൾ ഈ ഒരു ക്ലോത്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഓണം സ്പെഷ്യൽ ഡ്രസ്സാണ് ഇന്ന് സ്റ്റിച്ച് ചെയ്യണതെന്ന്. അപ്പോൾ ഇത് എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സ് തയ്ക്കുന്നത് കേട്ടോ. അവൾ ഓണത്തിന് ഒരു ചെറുതായിട്ട് ഹസ്ബൻഡും മക്കളൊക്കെ വെച്ചിട്ട് ചെറുതായിട്ടൊരു ഫോട്ടോഷൂട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അവൾ തന്നെ വന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയി വാങ്ങിയതാണ് ഈ ക്ലോത്ത്. ഇത് മോഡലും എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാവാടയിൽ അതിലുള്ള ബ്ലൗസിൻ്റെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇടുന്നത്. അപ്പോൾ ക്ലോത്ത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മൾ 10 മീറ്റർ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 മീറ്റർ ലൈനിങ്ങുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ടോപ്പ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ അതിന് ലൈനിങ്ങിലാണ് ആദ്യം നമ്മളത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ക്ലോത്തിൽ ടോപ്പ് എടുക്കാനുള്ള അളവിനനുസരിച്ച് നമ്മൾ 2 പീസായിട്ട് ഇതുപോലെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലേക്കുള്ള പീസും ബാക്ക് പീസും വേറെ സെപ്പറേറ്റാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ബാക്ക് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ലെങ്ത്ത് എത്രയാണ് നമ്മുടെ ലെങ്ത്ത് വെച്ചാൽ അതിലേക്കുള്ള ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ടാണ് ലെങ്ത്ത് ആദ്യം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അത് ഇതിവിടെ അടയാളപ്പെടുത്തി ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1.5 ഇഞ്ചാണ് നമ്മളിതിലേക്ക് തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്രയാണ് ഇപ്പോൾ 7.5 ഇഞ്ചാണ് അവിടെ ഷോൾഡർ നമ്മൾ ചുരിദാറൊക്കെ തയ്ക്കുമ്പോൾ. അപ്പോൾ ഞാൻ ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ 7 ഇഞ്ചാണ്, അതായത് 1/2 ഇഞ്ചോ കുറച്ചിട്ടാണ് നമ്മൾ ഷോൾഡർ എടുത്തിട്ടുള്ളത്. പിന്നെ അത് 7 ഇഞ്ച് കൈക്കുഴി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലൗസ് അധികം സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അവൾ തന്ന ഒരു ബലത്തിലാണ് നീ ചെയ്തോ എന്നുള്ള ഒരു ബലത്തിലാണ് ഞാനിത് തയ്ച്ച് നോക്കുന്നത്. അപ്പം വലിയ കുഴപ്പമില്ലാതെ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടി കേട്ടോ. പിന്നെ ഞാനിവിടെ 7 ഇഞ്ച് ലെങ്ത് നമ്മൾ കൈക്കുഴിക്ക് വേണ്ടി അവിടെ അടയാളപ്പെടുത്തിയ ഭാഗത്ത് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ചെസ്റ്റ് നമ്മൾ അളവെടുത്തതിന് എത്രയാണോ ഉള്ളത് അതിന് 4 ഭാഗമാക്കിയിട്ട് അതിലേക്ക് ആ അളവും അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പാണ് കൊടുത്തിട്ടുള്ളത്. 43 ഇഞ്ചാണ് അവിടെ ചെസ്റ്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു കൈക്കുഴിയുടെ ഭാഗവും കൂടി നമ്മളിവിടെ വരച്ച് കൊടുക്കുന്നുണ്ട്. കൈക്കുഴി അവളുടേത് 11 ഇഞ്ച് 2 22 ഇഞ്ചാണ് കൈക്കുഴി ഉള്ളത്. അതിലേക്ക് പകുതി 11 ഇഞ്ചും തയ്യൽ തുമ്പും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ലെങ്ത്തിൻ്റെ ഭാഗത്തുള്ള അളവാണ് കൊടുക്കുന്നത്. ആ അളവ് എടുത്തിട്ടുള്ളത് 41 ഇഞ്ചാണ്. അപ്പോൾ അതിനെ 4 ഭാഗമാക്കിയിട്ടുള്ള അളവും അതിലേക്ക് 2 ഇഞ്ചും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിച്ച് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ബ്ലൗസല്ല, ചെറുതായിട്ടൊരു പ്രിൻസസ് മോഡലുള്ള ബ്ലൗസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ബാക്ക് പീസാണ് കേട്ടോ. അപ്പോൾ ബാക്ക് പീസിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇവിടെ ഒരു 3.5 ഇഞ്ച് ഫോൾഡായി കിടക്കുന്ന ഭാഗത്ത് നിന്ന് 3.5 ഇഞ്ച് അടയാളത്തിലൊന്ന് അടയാളപ്പെടുത്തിയിട്ട് അവിടെ മുകളിലേക്ക് ഒരു 4.5 ഇഞ്ച് മുകളിലേക്ക് ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു താഴ്ഭാഗത്ത് നിന്നാണ് കേട്ടോ അവിടെ നിന്ന് അപ്പുറത്തേക്ക് 1 ഇഞ്ചും വീതിയിലൊന്ന് അടയാളപ്പെടുത്തിയിട്ട് ആ ഒരു ലൈനിൻ്റെ മുകളിൽ നിന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ചെറുതായി ടെക്കിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പുറ ഭാഗത്തേക്ക് കൂടി പതിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ബ്ലൗസ് എങ്ങനെയാണ് അതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ടെക്കിട്ട് കൊടുക്കാനുള്ള ഭാഗം അപ്പുറ ഭാഗത്തേക്ക് പതിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ അപ്പുറ സൈഡിലേക്ക് നമുക്ക് മറിച്ച് കൊടുക്കണം. ഇവിടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് മടക്കി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അളവ് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇപ്രഭാഗത്തേക്ക് നമ്മൾ തിരിച്ചിട്ട് ഈ ഒരു അളവ്, അതായത് നമ്മൾ ടെക്കിട്ട് കൊടുക്കാനുള്ള ആ ഒരു വരച്ച ഭാഗം ഇപ്രഭാഗത്തേക്ക് കൂടി പതിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്തിട്ട് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ആ ഒരു അടയാളം വരുന്നുണ്ട്, അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് ലൈനിങ്ങിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ട് 2ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ബാക്ക് പീസില്ലേ, അത് നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ അതൊന്ന് കട്ട് ചെയ്താൽ പോരെയെന്ന്. പക്ഷേ നമ്മൾ പ്രിൻസസ് കട്ടിങ് ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് നമുക്കൊരു ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് പീസ് ഇതുപോലെ അവിടെ വരച്ച് കൊടുക്കുന്നുണ്ട്. വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ലെങ്ത്ത് ആദ്യം ഒന്ന് നോക്കാം. നമുക്ക് ബാക്ക് പീസിൻ്റെ ലെങ്ത്തിനേക്കാൾ ഒരു 1/2 ഇഞ്ച് ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് പീസിൽ എക്സ്ട്രാ എടുക്കാം കേട്ടോ. കാരണം നമുക്ക് പ്രിൻസസ് കട്ടാകുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലും ലെങ്ത്തിന് അങ്ങോട്ടോ വരണമെങ്കിൽ ഏറിപ്പോയി നമുക്ക് കട്ട് ചെയ്ത് റെഡിയാക്കാമല്ലോ. ലെങ്ത്ത് കുറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് ഞാനങ്ങനെ എക്സ്ട്രാ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മൾ ഷേപ്പ് ആ ഒരു ഭാഗം ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്രിൻസസിന് ആ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് 1/2 ഇഞ്ചോളം
പോവും. അപ്പോൾ ആ ഒരു അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ അര ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതാ കൈക്കുഴിയുടെ ഭാഗം ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം. നമുക്ക് കൈക്കുഴി അവളുടേത് 22ആണ്. അപ്പോൾ അതിൽ ഇപ്പോൾ 2 ആക്കുമ്പോൾ 11 ഇഞ്ച് ആ ഒരു ഭാഗം ഞാനിവിടെ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ആ ബാക്കിയുള്ളത് നമ്മുടെ 2 ഇഞ്ച് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് കൈക്കുഴിയുടെ തയ്യൽ തുമ്പാണ് കേട്ടോ. അപ്പോൾ ഈ 11 ഇഞ്ചിനെ നമ്മൾ എന്ത് ചെയ്യണം, പകുതിയാക്കണം. അപ്പോൾ 5.5 ഇഞ്ച് ആണ് കിട്ടുന്നത്. ആ 5.5 ഇഞ്ചിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. അതവിടെ നിന്ന് അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് ഏകദേശം ഒരു 10 ഇഞ്ച് 10.5 ഇഞ്ച് ലെങ്ത്തിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അത് ഓരോരുത്തർക്കും ഓരോ ചെസ്റ്റ് പോയിൻ്റാണ്, അത് ഒരളവായിരിക്കും. വണ്ണമില്ലാത്തവർക്കും വണ്ണമുള്ളവർക്കും എന്നുള്ള ഒരു മാറ്റം ഉണ്ടാവും. അപ്പോൾ ആ ഒരു വണ്ണുള്ള ആളായതുകൊണ്ട് 10.5 ഇഞ്ച് ഞാനൊന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഏകദേശം ഒരു 3.5 ഇഞ്ച് ലെങ്ത്തിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഈ ഫോൾഡായി കിടക്കുന്ന ഭാഗത്തേക്ക് ഒരു 3.5 ഇഞ്ച് ലെങ്ത്തിൽ ഇതുപോലെ ഒന്ന് വീതിയിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ കൈക്കൂടെ നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗമല്ലേ അവിടെ നിന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെ വരച്ചിട്ട് നമ്മൾ താഴേക്കും ഒന്ന് വളച്ചിങ്ങനെ ഈ ഒരു രീതിയിൽ ഞാനൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് താഴ്ഭാഗത്ത് നമ്മൾ 3.5 ഇഞ്ചിലാണല്ലോ ഇതെടുത്തിട്ടുള്ളത്, അതിനേക്കാൾ ഇങ്ങോട്ട് ഒരു 1.5 ഇഞ്ചും കൂടി എക്സ്ട്രാ എടുക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ 5 ഇഞ്ച് ആ ഒരു ഫോൾഡായി കിടക്കുന്ന ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഒരു 5 ഇഞ്ച് വരും കേട്ടോ. എന്നിട്ട് അവിടേക്ക് ഇവിടെ നിന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞ് ഒരു ഷേപ്പാക്കിയിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ എക്സ്ട്രാ 1/2 ഇഞ്ച് ഇട്ട് തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഭാഗം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഒരു ഇത്തിരി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് നല്ല ക്ലോത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ നമ്മുടെ ക്ലോത്ത് ഇതുപോലെ നിവർത്തി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ലോത്തിലൊരു ചെറുതായിട്ട് ലൈൻ ഉണ്ടല്ലോ, ആ ലൈൻ ഇങ്ങനെ വീതിയിൽ വരുന്ന രീതിയിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഇത് ബാക്ക് പീസാണ്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് പീസ് കറക്റ്റ് എങ്ങനെയാണോ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിൻ ചെയ്ത് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളൊരു സൈഡിൽ വെച്ചിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്കി മറ്റേ സൈഡുണ്ട്, ക്ലോത്തിൻ്റെ മറ്റേ സൈഡിൽ നിന്ന് നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അത് മാറ്റി വെച്ചിട്ട് നമുക്കിനി ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്ത് ഒന്നും കൂടി നമ്മളിങ്ങനെ നിവർത്തി വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിലേക്ക് നമ്മളിങ്ങനെ ക്ലോത്ത് മാറ്റി വെച്ചിട്ടുള്ളത് ആ സ്ലീവ്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ജസ്റ്റ് അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു സൈഡിൽ തന്നെയാണ് നമ്മൾ ബാക്കി ഫ്രണ്ട് പീസും കട്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ലൈനിങ് ക്ലോത്ത് ഇതുപോലെ എങ്ങനെയാണോ നമ്മുടെ കട്ട് ചെയ്ത് അതേപോലെ നമുക്കിങ്ങനെ ഇതുപോലെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ല ക്ലോത്ത് നമ്മൾ നല്ല ഭാഗം കാണുന്ന രീതിയിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഇതേ രീതിയിൽ നമ്മൾ പിൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് വെച്ച ഭാഗം ഇത് നല്ല ഭാഗം ത്തിൻ്റെ മുകളിലാണ് നമ്മൾ ലൈനിങ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തയ്ക്കുമ്പോൾ നമ്മൾ ആ ഒരു ചീത്ത ഭാഗത്തേക്ക് ലൈനിങ് വെച്ച് ചുറ്റുഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ആദ്യം ആ ക്ലോത്ത് 3 പീസും ഒരുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ഭാഗം നമ്മുടെ നല്ല തുണിയുടെ നല്ല ഭാഗം കാണുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ലൈനിങ് താഴെ വരുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ട് ആ ഒരു പീസൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ചുറ്റുഭാഗവും ഒന്ന് തയ്ച്ചെടുക്കണം. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ നമ്മൾ എക്സ്ട്രാ അങ്ങനെ ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ടാവും. ആ വരുന്നതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. കാരണം നമുക്ക് നമ്മുടെ കറക്റ്റ് അളവ് വരുന്നത് ലൈനിങ് ക്ലോത്തിലാണ് കേട്ടോ. അപ്പോൾ നല്ല ക്ലോത്തിലായിരിക്കും നമുക്കിങ്ങനെ ഇവർ എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ ഇതുപോലെ വരിക. അപ്പോൾ ആ വരുന്ന ഭാഗമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം ഇതൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് തയ്ച്ചെടുക്കാൻ. അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടൊക്കെ അളവുകൾ വ്യത്യാസം വരും. അപ്പോൾ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ചെറുതായിട്ട് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം കണ്ടോ. ഈ രീതിയിൽ വെച്ചപ്പോൾ താഴ്ഭാഗത്തൊക്കെ നമുക്ക് നമ്മുടെ തുണിയും നല്ല തുണി ഇങ്ങനെ എക്സ്ട്രാ വരുന്നുണ്ട്. ആ ഭാഗങ്ങളൊക്കെ കണ്ടോ, ഈ ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് റെഡി ആക്കിയതിന് ശേഷം വേണം ഇതെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് എടുക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ബാക്ക് ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ബാക്ക് പീസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ആദ്യം മാറ്റി വെക്കാം.
നമുക്ക് ആദ്യം ഫ്രണ്ട് പീസൊക്കെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് പീസ് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാവുക അതുപോലെ ഒന്ന് ജസ്റ്റ് കൈക്കുഴി നോക്കി കറക്റ്റാക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് മാറാതെ കിട്ടും. അപ്പോൾ ആ രീതിയിലൊന്ന് വെച്ചിട്ട് നമുക്കൊന്ന് കൂട്ടി തയ്ച്ച് കൊടുക്കണം. തയ്ച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു മൂലയും ഈ മൂലയും തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ചെറുതായിട്ട് വലിപ്പ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മൾ വലിച്ച് പിടിച്ച് തയ്ക്കരുത്. നമ്മളത് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. വലിച്ച് സ്റ്റിച്ച് ചെയ്യൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഞാനൊന്ന് തയ്ച്ച് എടുക്കുന്നുണ്ട്. നമുക്ക് ഒരു ഭാഗത്തെ പീസ് നമ്മളിവിടെ വെച്ച് ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ പീസും ഇതുപോലെ വെച്ച് നോക്കിയിട്ട് ഇങ്ങനെയാണോ വേണ്ടത് എന്നുള്ളത് നമ്മൾ ആ കൈക്കുയുടെ ഭാഗം നോക്കിയിട്ട് ഇതേ രീതിയിലായിരിക്കും വരിക. ഈ കൈക്കുയുടെ ഭാഗം നോക്കിയിട്ട് നമ്മൾ വെച്ച് നോക്കിയിട്ട് നേരത്തെ തയ്ച്ച പോലെ തന്നെ ആ ഒരു മൂലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴ്ഭാഗം വരെ നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അവിടെ ഫ്രണ്ട് പീസ് നമ്മുടേത് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അതിന് മുമ്പായിട്ട് നമുക്ക് ബാക്ക് പീസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അവിടെ താഴ്ഭാഗമാണ് നമുക്ക് കുറച്ചിങ്ങനെ എക്സ്ട്രാ ഒക്കെ വരുന്നുണ്ട്. അത് നമ്മൾ ബാക്ക് പീസും കൂടി സ്റ്റിച്ച് ചെയ്ത് മടക്കി തയ്ക്കുന്ന ആ ഒരു ഭാഗം വരുമ്പോൾ നമുക്ക് കറക്റ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ബാക്ക് പീസ് നമ്മളൊന്ന് റെഡിയാക്കാം. ബാക്ക് പീസിൽ നമ്മൾ ഒക്കെ ലൈനിങ് ഒക്കെ ഒന്ന് സെറ്റാക്കി തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു ടെക്ക് ഇടുന്ന ഭാഗമാണ് ബാക്ക് പീസിൽ ചെയ്യാനുള്ളത്. അപ്പോൾ അത് ആ നടുവിലുള്ള ആ ഒരു ലൈൻ ഇങ്ങനെ കറക്റ്റ് പിടിച്ചിട്ട് ഈ ഒരു രീതിയിൽ വെച്ചിട്ട് നമ്മൾ ആ ചെരിഞ്ഞ ലൈനിലൂടെയാണ് തയ്ച്ചെടുക്കുന്നത്. ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ബാക്ക് പീസ് കറക്റ്റായിട്ട് നമുക്ക് ഷേപ്പായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു ഭാഗവും നമ്മൾ ആ ഒരു നടുവിലൂടെ വരുന്ന ലൈനൊന്ന് പിടിച്ച് കൊടുത്തിട്ട് ആ സൈഡിലേക്കുള്ള ലൈനിലൂടെ ഒന്ന് തയ്ച്ച് കൊടുത്ത് നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ തയ്ച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ക്യാൻവാസിലാണ് ഞാൻ നെക്ക് അളന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ 6.5 ഇഞ്ചാണ് നെക്ക് വേണ്ടത്. അതിലേക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് 7 ഇഞ്ച് ലെങ്ത്തിൽ ഞാനിങ്ങനെ ക്യാൻവാസിൽ എടുത്തിട്ടുണ്ട്. അതേമാതിരി ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് 4 ഇഞ്ചാണ് ഷോൾഡറിൻ്റെ നെക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്ത് നമ്മുടെ ക്ലോത്തിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അയൺ ചെയ്തെടുത്തതിൻ്റെ ഈ ഒരു തുമ്പും മൊത്തത്തിൽ നമ്മളൊന്ന് ഉള്ളിലേക്കായിട്ടൊന്ന് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ക്യാൻവാസിൻ്റെ രണ്ടറ്റങ്ങളും ഒരുപോലെ വെച്ചിട്ട് നമുക്ക് സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ ഭാഗവും ഒന്ന് കട്ട് ചെയ്തിട്ട് രണ്ടും സെൻറ്റർ ഭാഗവും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് നമുക്ക് സാധാരണ നമ്മൾ ടോപ്പിനൊക്കെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു സോഫ്റ്റ് ക്ലോത്ത് ആയതുകൊണ്ടാണ് ഞാനിത് നമ്മുടെ ലൈനിങ് ഈ ഒരു ക്യാൻവാസിൽ നെക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. നെക്ക് നമുക്ക് കറക്റ്റായിട്ട് ഒരു പെർഫെക്ഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻവാസിൽ ചെയ്യണത്. സാധാരണ നമ്മൾ നെക്കൊക്കെ ചെയ്യണ പോലെ തന്നെ ആദ്യം നമ്മൾ സെൻറ്റർ ഭാഗത്തോടെ സ്റ്റിച്ച് ചെയ്ത് അതൊന്ന് കറക്റ്റ് ക്ലോത്ത് വെച്ചിട്ട് നമ്മുടെ നെക്കിൻ്റെ നമ്മൾ വരച്ചെടുത്ത ആ ഒരു അളവിലൂടെ തന്നെ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ചീത്ത ഭാഗത്തേക്ക് മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല വൃത്തിയായിട്ട് മറിഞ്ഞ് കിട്ടാൻ വേണ്ടി ഇവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് ചെറിയ കട്ടിങ് ഇങ്ങനെ കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് സാധാ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളിലേക്ക് ചീത്ത ഭാഗത്തേക്ക് ഈ ഒരു ക്ലോത്ത് മറിച്ച് നമുക്ക് തയ്ച്ചെടുക്കാം. നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മുടെ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലോത്ത് നമ്മൾ ഉള്ളിലേക്ക് മറച്ചു കൊടുത്ത ക്ലോത്തില്ലേ ഇതിങ്ങനെ പൊന്തി നിൽക്കുന്നത്. അപ്പോൾ അതിലൂടെ ഒന്നും കൂടി ഒന്ന് നമുക്ക് ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്ക് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്ക് നെക്കും ചെയ്തെടുക്കാം. ബാക്ക് നെക്കിന് നമ്മൾ എക്സ്ട്രാ ഒരു നെക്ക് 8.5 ഇഞ്ചാണ് ബാക്ക് നെക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ചൊരു ഇറക്കം ഉള്ള ടൈപ്പാണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ ഫ്രണ്ട് നെക്ക് ചെയ്ത പോലെ തന്നെ അതേപോലെ ചെയ്തെടുക്കാം. പക്ഷേ ഇതിൽ വ്യത്യാസം നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ഉള്ളിലേക്ക് മറിച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫ്രണ്ട് പീസ് കൂടി ഇതിൽ ജോയിൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ക്യാൻവാസ് ഉള്ളിലേക്ക് മറിച്ചിട്ടില്ല. മറിക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഒന്ന് ക്യാൻവാസ് ഒന്ന് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം നമുക്ക് വെച്ച് കൊടുത്ത് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ ഷോൾഡറിൻ്റെ ഭാഗം അങ്ങനെ ക്യാൻവാസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് ആ ഒരു ഗ്യാപ്പിലേക്ക് നമ്മുടെ ഫ്രണ്ട് പീസ് വെച്ച് കൊടുത്ത് ക്യാൻവാസ് ഇങ്ങോട്ട് തന്നെ ഒന്ന് മറിച്ച് കൊടുക്കാം. മറിച്ച് കൊടുത്തതിന് ശേഷം ഷോൾഡറിൻ്റെ ഭാഗം ഒരു 1/2 ഇഞ്ച് വീതിയിൽ തയ്യൽ തുമ്പിട്ടിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ച് കൊടുത്താൽ തന്നെ ഇതേപോലെ ഒന്ന് മറിച്ച് കൊടുത്താൽ തന്നെ നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഈ ഭാഗക്കുള്ളിലേക്ക് ഇങ്ങനെ മറിഞ്ഞ് കിട്ടും. നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മുടെ ബാക്ക് നെക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗവും നല്ല വൃത്തിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും. ഷോൾഡറിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ മടക്കി ആ ഒരു കൂട്ടി തയ്ക്കുന്ന ഭാഗം നല്ല ഒരു വൃത്തിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഷോൾഡർ കൂട്ടി തയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും സെറ്റായിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ബാക്ക് നെക്കിൻ്റെ ഈ ഒരു ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ്സാണ് വെച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ സ്ലീവ്സ് വെച്ച് കൊടുക്കുക. നമുക്കൊന്ന് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഭാഗത്തിന് സൈഡിൽ നിന്ന് കുറച്ച് ക്ലോത്ത് ഉണ്ടായിരുന്നല്ലോ, അതാണിത്. അതിങ്ങനെ 4 ഞാനൊന്ന് മടക്കി വെക്കുന്നുണ്ട്. പിന്നെ കര കുറച്ചുകൂടി ഒന്ന് വീതി കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഈ കരയേക്കാൾ ഒന്നും കൂടി ഒരു വീതി കിട്ടാൻ വേണ്ടി ആ ഒരു സൈഡിൽ നിന്ന് ഞാൻ കരയും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് 4 മടക്കി ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെച്ച് കൊടുത്ത് ഈ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല വീതിയിലുള്ള കര കിട്ടും. അപ്പോൾ അതിന് വേണ്ടത് ഈ ഒരു രീതിയിൽ നമ്മൾ വെച്ചിട്ടാണ് സ്ലീവ്സ് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ സ്ലീവ്സിൻ്റെ ലെങ്ത്ത് 13.5 ഇഞ്ചാണ്. അതിലേക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ട് 15 ഇഞ്ച് ലെങ്ത്ത് ഞാനിവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് താഴേക്ക് നമ്മുടെ കൈക്കുഴിയുടെ അളവ് ഇവിടേക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവിടെ നിന്നൊരു 3 ഇഞ്ച് വീതിയിൽ ഇങ്ങോട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുകളിൽ നിന്ന് നമ്മൾ ഈ ഒരു അടയാളത്തിലേക്ക് ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ട് ഒന്ന് ഷേപ്പാക്കി ഇങ്ങനെ വരച്ച് കൊടുക്കാം. ഇതുപോലെ ആ ലൈനിൻ്റെ പകുതി വരെ ആ ലൈനിൻ്റെ ഉള്ളിലൂടെയും അവിടെ നിന്ന് ഇങ്ങോട്ട് ലൈനിൻ്റെ ഇപ്പുറ ഭാഗത്തൂടെ ഇങ്ങനെ വരച്ച് കൊടുത്താൽ നമുക്ക് സ്ലീവ്സ് കറക്റ്റായിട്ട് ആ ഒരു കൈക്കൂടെ ഭാഗം കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇങ്ങനെ അളന്ന് നോക്കിയാൽ നമ്മുടെ കൈക്കൂടെ തയ്യൽ തുമ്പ് അടക്കിയുള്ള അളവ് നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈയുടെ വണ്ണുള്ള ആ ഒരു ഭാഗം 16 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 8 ഇഞ്ചും 2 ഇഞ്ച് തയ്യൽ തുമ്പും ഞാനിവിടെ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗത്ത് 13 ഇഞ്ചാണ്. അപ്പോൾ അതിലേക്ക് 6.5 അതിനെ 2 ആക്കിയിട്ടുള്ള 6.5 ഇഞ്ചും അതുപോലെ 2 ഇഞ്ച് തയ്യൽ തുമ്പും ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൊത്തത്തിലൊന്ന് ഇവിടെ കൈക്കൂടെ ഭാഗത്തുനിന്ന് യോജിപ്പിച്ച് വരച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനിപ്പോൾ നമുക്ക് 2 സ്ലീവും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ലൈനിങ് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ലൈനിങ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതാ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗവും ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവിടെയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ 2 കരകൾ തമ്മിലൊന്ന് യോജിപ്പിച്ച് എടുക്കാം. അതിന് ശേഷമാണ് ഞാൻ സ്ലീവിൻ്റെ ഒരു ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലൈനിങ് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു പട്ട് ക്ലോത്തൊക്കെ ആകുമ്പോൾ, ഒരു സിൽക്ക് ക്ലോത്തൊക്കെ ആകുമ്പോൾ നമ്മൾ പിഞ്ഞാതിരിക്കാനും പെട്ടെന്ന് കേടുവരാതിരിക്കാനൊക്കെ ലൈനിങ് വെച്ച് കൊടുത്ത് തയ്ച്ചെടുക്കാവും നല്ലത്. അപ്പോൾ നമ്മളിതവിടെ കരയുടെ ആ ഒരു തുമ്പ് കാണാത്ത രീതിയിൽ നമ്മളിതവിടെ യോജിപ്പിച്ച് തയ്ച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കാണ് നല്ല വീതിയിൽ കര വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ അളവ്. ഇതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈനിങ് ഈ ഒരു സ്ലീവ് വെച്ചിട്ട് നമുക്ക് ലൈനിങ് കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ അളവ് വെച്ചിട്ട് ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സ്ലീവിന് വേണ്ടിയിട്ട് ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ലൈനിങ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ നല്ല ഭാഗം കാണുന്ന രീതിയിൽ ഇതുപോലെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലൈനിങ്ങിൻ്റെ ആ ഒരു എൻഡ് ഭാഗം നമ്മൾ നമ്മുടെ കൈയിൻ്റെ കര വരുന്ന ഭാഗത്ത് ലൈനിങ്ങിന് മുകളിലാണ് നമ്മൾ നല്ല ക്ലോത്ത് ഭാഗത്താണ് ഈ ലൈനിങ് വെക്കുന്നത്. എന്നിട്ട് ആ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇവിടെ ഇങ്ങനെ ലൈനിങ് വെച്ച് നല്ല ഭാഗത്ത്, അതായത് നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല ഭാഗത്ത് വെച്ച് ലൈനിങ് തയ്ച്ചെടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് അവിടെ ഒന്നും കൂടി ഒന്ന് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉള്ളിലേക്ക് ലൈനിങ് വെച്ച് കൊടുക്കുക. അതായത് ഇതുപോലെ പിടിച്ചിട്ട് ലൈനിങ് നമ്മുടെ ചീത്ത ഭാഗത്തേക്കൊന്ന് മറിച്ച് കൊടുക്കാം.
അപ്പോൾ അതാ ഈ ഭാഗം നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കരയുടെ ഭാഗം കിട്ടും. എന്നിട്ടൊന്ന് അതവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഒരു അരയിഞ്ച് തയ്യൽ തുമ്പിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മൊത്തത്തിൽ ലൈനിങ്ങിൻ്റെ ക്ലോത്തും നല്ല ക്ലോത്തും തമ്മിൽ ഇതാ ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് മൊത്തത്തിലൊന്ന് യോജിപ്പിച്ച് തയ്ച്ചു കൊടുക്കാം ചുറ്റുഭാഗം കേട്ടോ. ഇതാ ഈ രീതിയിൽ നമ്മൾ ലൈനിങ് ക്ലോത്തും ഒക്കെ നല്ല ഒരുമിച്ച് വെച്ച് ചുറ്റുഭാഗമൊന്ന് ഞാൻ തയ്ച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ 2 സ്ലീവ്സും ഞാൻ ലൈനിങ് വെച്ച് തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ടോപ്പിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ ഷോൾഡർ കൂട്ടിയ ഭാഗത്ത് ഈ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം അതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ഒരു സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് തയ്ച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ സെൻറ്റർ ഭാഗത്തേക്ക് തന്നെ വന്നിട്ട് മറ്റേ സൈഡിലേക്കും ഒന്ന് തയ്ച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്ലീവ്സിൻ്റെ ഭാഗം ഷോൾഡറിൻ്റെ ആ ഒരു കൈക്കൂടെ ഭാഗമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് മറ്റേ സ്ലീവും വെച്ച് കൊടുക്കാം. നല്ല അത് അടിപൊളിയായിട്ട് നമ്മുടെ സ്ലീവ് നമ്മൾ നമ്മുടെ ടോപ്പിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ ഭാഗത്തും മറ്റേ സ്ലീവും വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ നമ്മൾ 2 സ്ലീവ്സും അറ്റാച്ച് ചെയ്ത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പീസിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഒരു ഹുക്ക് വെച്ചെടുക്കണം. ഹുക്കും ഒരു ബട്ടൺസ് ആ ഒരു ഇതില്ലേ നമ്മൾ ബ്ലൗസിനിടുന്ന ആ ഒരു കൊളുത്ത് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ബാക്ക് പീസ് മാത്രം ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് സെൻറ്റർ ഭാഗം കറക്റ്റാക്കി പിടിച്ചിട്ട് ഒന്ന് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. സെൻറ്റർ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നമ്മൾ ആ ഒരു കൊളുത്ത് വെച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ 2 പീസ് എടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് കൊളുത്ത് വെച്ച് തുന്നാനുള്ള ഭാഗം, മറ്റേത് കൊളുത്ത് ഇടാനുള്ള ആ ഒരു ഭാഗം വെക്കാനും 3 ഇഞ്ച് വീതിയിലാണ് ഞാൻ ഈ ഒരു ക്ലോത്ത് എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് നമുക്ക് അതിനനുസരിച്ച് ആ ഒരു ബ്ലൗസിൻ്റെ ലെങ്ത്തിനനുസരിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ കൊളുത്ത് തുന്നാനുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതവിടെയാണ് വെച്ച് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നല്ല ഭാഗത്ത് നമ്മുടെ ബാക്ക് പീസിൻ്റെ നല്ല ഭാഗത്ത് ഇതുപോലെ ക്ലോത്ത് വെക്കണം. വെച്ച് കൊടുക്കുമ്പോൾ മുകളിലേക്ക് നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ തുണി വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് സെറ്റാക്കിയത് കൊണ്ട് തന്നെ നമുക്ക് ആ ഭാഗം വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മുകളിലേക്ക് 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്ത് വേണം ഇതുപോലെ നമ്മൾ ഒരു 1/2 ഇഞ്ച് വീതിയിൽ തയ്ച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഒന്ന് ഇങ്ങനെ മറിച്ച് കൊടുത്തിട്ടൊന്ന് മുകളിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എക്സ്ട്രാ ഇട്ട ആ ഒരു ഭാഗം ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതവിടെ വൃത്തിയായിട്ട് നിൽക്കും. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് മറിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു ക്ലോത്തിനെ പകുതിയല്ല ഫുള്ളായിട്ട് ഇങ്ങോട്ട് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ആ ഒരു മുകൾ ഭാഗമൊക്കെ നെക്കിൻ്റെ ഭാഗം നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുത്ത ആ ക്ലോത്തൊക്കെ കറക്റ്റ് ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തയ്ച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഭാഗം നമ്മൾ പകുതി മടക്കി ഇതുപോലെ ഈ ഒരു രീതിയിൽ ഉള്ളിലേക്ക് മടക്കി ഒന്നുകൂടി ഒന്ന് തയ്ച്ച് കൊടുക്കുക. ഇതുപോലെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് നമുക്ക് ആ ഒരു മുകൾ ഭാഗം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഭാഗമൊന്നും നമുക്ക് നല്ല ഒരു കുഴപ്പമില്ലാതെ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഈ ഭാഗത്താണ് നമ്മൾ കൊളുത്ത് തുന്നി കൊടുക്കുന്നത്. ഇനി അത് കൊളുത്ത് ഇടാനുള്ള ഒരു ഭാഗം നമ്മൾ ഇപ്പുറ സൈഡിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് ഈ ക്ലോത്താണിത്. അപ്പോൾ ആ ക്ലോത്ത് നമ്മൾ ഒരു സൈഡ് ആദ്യം ഒന്ന് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ടൊന്ന് തയ്ച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ബാക്ക് പീസിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മളിതാ ഈ ഒരു ക്ലോത്തിനെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കണം. അതായത് മടങ്ങിയ ഭാഗത ഇപ്പുറ സൈഡിലേക്ക് വന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് മുകൾ ഭാഗത്തായിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ മുകളിലേക്ക് ആ പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കും. നേരത്തെ ചെയ്തതുപോലെ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്.
എന്നിട്ട് ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ഇതുപോലെ നേരത്തെ ചെയ്തപ്പോൾ തന്നെ ഇതുപോലെ മറിച്ചെടുക്കാം. ഇത് നമ്മൾ ചീത്ത ഭാഗത്താണ് വെച്ച് തയ്ക്കുന്നത്, മറ്റേ നമ്മൾ നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് ചീത്ത ഭാഗത്തേക്കാണ് തയ്ച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇത് നമ്മൾ ചീത്ത ഭാഗത്ത് വെച്ച് നല്ല ഭാഗത്തേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി അതിന് ശേഷം ഇത് ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു ക്ലോത്ത് നമ്മൾ മുഴുവനായിട്ട് നമ്മൾ മടക്കല്ല, പകുതി മടക്കിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ നമ്മൾ വെച്ചിട്ട് തയ്ച്ച് കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷെ നമ്മളിത് തയ്ക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്കിതിൽ ആ ഒരു കൊളുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാനുള്ള ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് നമുക്കൊരു ചെറുതായിട്ട് ആദ്യം ഒന്ന് വി ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് മൊത്തത്തിൽ നമ്മൾ ആ കൊളുത്തിടാനുള്ള ഭാഗം ആദ്യം നമുക്കൊന്ന് ഇവിടെ ജസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം. ഈ ഭാഗത്ത് മുകളിൽ എന്തായാലും നമുക്ക് വേണം. ഈ ഒരു രീതിയിൽ ഒരു വി ഷേപ്പിൽ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. ആ വരച്ച് കൊടുത്ത ഭാഗത്തൂടെയാണ് എന്ത് ചെയ്യണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ഞാനൊരു 3 ഇഞ്ച് ഗ്യാപ്പിലാണ് കൊളുത്ത് ഇടാനുള്ള ആ ഒരു ഇത് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു 3 ഇഞ്ച് ഇങ്ങനെ ലെങ്ത്തിൽ ഇതുപോലൊന്ന് ഒരു അടയാളം വെക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും താഴ്ഭാഗത്ത് നമുക്ക് കുറച്ചൊരു ഗ്യാപ്പിട്ട് ആ ഭാഗം നമുക്ക് മടക്കി തയ്ക്കാനൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു രീതിയിൽ എടുത്തിട്ട് നമുക്ക് തയ്ച്ചു തുടങ്ങാം. അപ്പോൾ തയ്ച്ച് തുടങ്ങുമ്പോൾ ഈ ഒരു സൈഡിൽ നമ്മൾ കൂട്ടി ഇങ്ങനെ തയ്ച്ച് വന്നിട്ട് ആ ഒരു വി ഷേപ്പിലുള്ള ആ വരച്ച് കൊടുത്ത് അതിലൂടെ സ്റ്റിച്ച് ചെയ്യണം. ഇതിലൂടെ നമ്മളൊന്ന് തയ്ച്ചു കൊടുക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഞാൻ തയ്ച്ചതൊന്ന് ജസ്റ്റ് ഇവിടെ കാണിക്കുന്നുള്ളൂ. ബ്ലൗസ് അങ്ങനെ കറക്റ്റ് എനിക്ക് ബ്ലൗസിൻ്റെ തയ്ക്കുന്ന അറിയില്ല, എന്നാലും ഇങ്ങനെയുള്ള കൊളുത്ത് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ പട്ടുപാടക്കൊക്കെ ബ്ലൗസ് തയ്ക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ വി ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പിലൂടെയാണ് നമ്മൾ കൊളുത്ത് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ അടയാളപ്പെടുത്തിയ ആ ഭാഗം വരെ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ഈ ക്ലോത്തും നമ്മുടെ ബ്ലൗസും തമ്മിൽ ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു നമ്മൾ അടയാളത്തെ ഭാഗത്തും ഞാൻ ചെറുതായിട്ടൊരു വി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു വി ഷേപ്പിലൂടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം വരെ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് എന്നിട്ട് ആ ഒരു വരച്ച ഭാഗത്തൂടെ വളച്ച് തയ്ക്കണം. ഇതുപോലെ ഇവിടെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആ ചോക്ക് കൊണ്ടരച്ച ഭാഗത്തൂടെ ആ ഒരു വി ഷേപ്പിൽ നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം. ഇനി നമ്മൾ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് ആ ഒരു അടയാളം വരെ നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഞാനൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ആ വരച്ച ഭാഗത്തൂടെയും അതുവരെ നമ്മൾ കറക്റ്റ് തയ്ച്ചിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ഈ വി ഷേപ്പിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ നമ്മൾ മൊത്തത്തിലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊളുത്ത് തുന്നാനുള്ള ഭാഗവും കൊളുത്ത് ഇടാനുള്ള ഭാഗവും നമുക്ക് സെറ്റായിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മൾ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് 2 ഭാഗവും അല്ലേ. ഇതാണ് നമ്മുടെ 2 ഭാഗവും തയ്ച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് തുന്നിക്കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ ഒന്ന് സ്ലീവ് മുതൽ നമ്മുടെ ടോപ്പിൻ്റെ എൻ്റെ ഭാഗം വരെ കൂട്ടി തയ്ക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇനിയാണ് നമ്മുടെ ബ്ലൗസിൽ നമുക്ക് ചെറുതായിട്ടൊരു അടിപൊളിയായിട്ടൊരു ഡിസൈൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷോൾഡർ കൂട്ടി കൊടുത്ത ഭാഗമല്ലേ, ആ ഭാഗത്ത് നിന്ന് നമ്മുടെ ഫ്രണ്ട് പീസിലേക്കുള്ള ലെങ്ത്ത് ഞാനൊന്ന് എടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഷോൾഡർ കൂട്ടിയ ഭാഗത്ത് നിന്ന് ഫ്രണ്ട് ഭാഗത്തേക്ക് ആ ഒരു ലെങ്ത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ ആ ഒരു ലെങ്ത്ത് കിട്ടും. ആ ഒരു ലെങ്ത്തും അതുപോലെ നമുക്ക് ബാക്കിലേക്ക് നമ്മുടെ ഒരു ധാവണി എത്ര കിടക്കണം, നമുക്ക് എത്ര എന്താ പറയുക ലെങ്ത്ത് വേണം എന്നുള്ളത് നോക്കിയിട്ട് മൊത്തത്തിലുള്ള അളവ് നമ്മൾ ഇവിടെ ക്ലോത്തിൽ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഏകദേശം നമ്മുടെ മുൻഭാഗത്തേക്ക് ഉള്ള അളവും ബാക്കിലേക്ക് നമുക്കൊരു 45 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ഒരു ലെങ്ത്തിൽ നമ്മൾ ആ ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഭാഗം മാത്രം മടക്കി തയ്ച്ചിട്ട് ഇതുപോലെ നമ്മൾ സാരിക്കൊക്കെ നെറിയെടുക്കുന്നത് പോലെ ഇതുപോലെ നെറിയെടുത്ത് പിൻ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ പിൻ ചെയ്ത് ഇങ്ങനെ ഞാൻ നെറി താഴ്ഭാഗം വരെ എടുത്തിട്ട് നല്ല അയൺ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ 2 സൈഡിലേക്കും കര വരുന്ന രീതിയിൽ 2 സൈഡ് കര കാണുന്ന രീതിയിലാണ് ഞാൻ ഇതിങ്ങനെ
ധാവണി നമ്മുടെ സാരിയൊക്കെ നെറിവെടുക്കില്ലേ അതുപോലെ നെറിവെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര ലെങ്ത്ത് നമ്മുടെ താഴെ നമുക്ക് ബാക്കിലേക്ക് ഇങ്ങനെ നമ്മുടെ ഈ ഒരു ധാവണി പോലെ ഇറങ്ങി നിൽക്കാൻ നമ്മുടെ ഷാൾ ആ ഒരു ലെങ്ത്ത് വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ ഈ ഒരു ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഇതും കൂടി ഉള്ളതുകൊണ്ടാണ് എനിക്ക് നമുക്ക് ഈ പട്ടുപാവാടയും ബ്ലൗസ് തയ്ക്കാൻ 10 മീറ്റർ ക്ലോത്ത് എടുക്കേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളത് അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ഇനി നമുക്കിതാ നമ്മുടെ ടോപ്പിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടോപ്പ് ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് നമ്മളിതാ സാരിയുടെ ഈ ഒരു ഈ താഴെ ഭാഗം നമ്മുടെ ബ്ലൗസിൻ്റെ താഴ്ഭാഗത്തേക്ക് വരുന്ന പോലെ ഇതുപോലെ വെച്ച് കൊടുക്കണം. അപ്പോൾ കര ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഞാനിതാ ഇതുപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് ഞാനൊന്ന് ജസ്റ്റ് കറക്റ്റ് രണ്ടും ഒപ്പം വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആദ്യമേ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് എന്തെങ്കിലും അയച്ചെടുക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു ഷോൾഡറിൻ്റെ തുണി ഈ ഒരു നമ്മുടെ ടോപ്പും ഈ ഒരു തുണിയും തമ്മിലൊന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് താഴ്ഭാഗം ഒന്ന് സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു കര ഇപ്പുറം സൈഡിലേക്ക്, അതായത് നമ്മുടെ ബ്ലൗസിൻ്റെ ഒരു ഏകദേശം നമ്മൾ തയ്യൽ തുമ്പ് ഒരു 2 ഇഞ്ച് ഉണ്ടല്ലോ അതും പിന്നെ ഒരു എക്സ്ട്രാ 2 ഇഞ്ച് അങ്ങനെ ഏകദേശം 4 ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള സൈഡിൽ നിന്ന് ഒരു 4 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ട് ആ ഭാഗത്തേക്ക് നമ്മുടെ ഈ ഒരു സാരിയുടെ ഈ ഒരു ഭാഗം ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെച്ചപ്പോൾ താഴ്ഭാഗത്തേക്ക് എത്താത്തത് കൊണ്ട് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം ഒന്നും കൂടി ഒന്ന് അഴിച്ചിട്ട് അവിടെ കറക്റ്റാക്കി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ചതിന് ശേഷം ഞൊറിവൊക്കെ ഇതുപോലെ ഇങ്ങനെ നമ്മൾ എങ്ങനെയാണോ സാരിക്കൊക്കെ വെച്ചിട്ട് അതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെച്ച് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു സൈഡ് ഉണ്ടോ നമ്മൾ ബ്ലൗസിൻ്റെ ഈ സൈഡ് 4 ഇഞ്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് ഈ ഒരു എന്താ ചെയ്യുക ഇതുപോലെ വെച്ച് കൊടുക്കാൻ. ഞാൻ അങ്ങനെയാണ് ചെയ്തത് കേട്ടോ. ഏകദേശം 2 ഇഞ്ച് തയ്യൽ തുമ്പും 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് 4 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ട് ഇതുപോലെ ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിൻ ചെയ്ത് ഇങ്ങനെ കറക്റ്റാക്കി പിടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു ഭാഗവും നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗവും ഇതുപോലെ ഇങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതോടെ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്താതെ നിന്നിരുന്നത്. നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ പിൻ ചെയ്ത് വെച്ച് ഒക്കെ റെഡി ആക്കിയ ശേഷം നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഭാഗം തയ്ച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഭാഗം കറക്റ്റാക്കി പിടിച്ച് ഒന്നും കൂടി ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനൊന്ന് നല്ലവണ്ണം ഒന്ന് അയൺ ചെയ്ത് എടുക്കാമെന്ന് കരുതുന്നുണ്ട്. നമ്മൾ ആ ഞൊറിവൊക്കെ കറക്റ്റ് ഇതുപോലെ വെച്ച് പിൻ ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുന്നത് നന്നാവും. ഈ രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ആ നെറിയൊക്കെ ഒന്ന് കറക്റ്റായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഭാഗം ഈ ഒരു പിൻ ചെയ്ത ഭാഗം നമുക്ക് ആ ക്ലോത്തിൽ ഇതും വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ആ പിൻ ചെയ്ത ഭാഗത്തൂടെ തന്നെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മുകൾ ഭാഗം ഈ ഭാഗവും ഞാനൊന്ന് അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മുകൾ ഭാഗം ഈ ഭാഗവും കൂടി ഒന്ന് ആ ഒരു പിൻ ചെയ്ത് വെച്ച ഭാഗം ആ പിന്ന് കഴിച്ചിട്ട് അവിടെ 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ചീത്ത ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഈ ഒരു രീതിയിൽ കുറച്ച് എക്സ്ട്രാ വരും. കാരണം നമ്മൾ ആ ഒരു രീതിയിൽ ഞൊറിവ് ഇങ്ങനെ റെഡിയാക്കുമ്പോൾ എന്തായാലും ഇങ്ങനെ കുറച്ചൊരു വരും. ആ ഭാഗം നമ്മളിതാ കറക്റ്റാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എടുത്തതിന് ശേഷം ചെറുതായിട്ടൊരു ലേസ് ഇതുപോലെ വെച്ച് കൊടുക്കാമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ വെച്ച് കൊടുക്കാനുള്ള ലേസ് ഇതുപോലെ വെച്ചിട്ട്, അതായത് ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആ ഒരു ഭാഗത്തൂടെ നമുക്ക് ഒന്ന് തയ്ച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്രണ്ട് പീസും ബാക്ക് പീസിൻ്റെ ലെങ്ത്തൊക്കെ നോക്കിയ ശേഷമാണ് കേട്ടോ ഞാനിതുപോലെ വെച്ച് കൊടുത്തിട്ട് കറക്റ്റാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ലേസ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമുക്ക് ലേസ് വെച്ച് തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആ ലേസ് വെച്ചൊന്ന് അവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ ടോപ്പിൻ്റെ താഴ്ഭാഗം മടക്കി തയ്ച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച്, അതായത് സ്ലീവിൻ്റെ എൻഡ് ഭാഗം മുതൽ നമ്മൾ ടോപ്പിൻ്റെ എൻഡ് ഭാഗം വരെ ഒന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ താഴ്ഭാഗം മടക്കി തയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ അവിടെ ലേസ് അവിടെ ആദ്യം ഫ്രണ്ട് ഭാഗത്ത് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് പീസിൻ്റെ ലെങ്ത്തും ബാക്ക് പീസിൻ്റെ ലെങ്ത്തും ഒന്നാണോ എന്നൊക്കെ നോക്കി കറക്റ്റാക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ആ ലേസ് വെച്ച് തയ്ച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ 2 സൈഡും തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലേസ് ഇങ്ങനെ ചീത്ത ഭാഗം കാണുന്ന രീതിയിൽ ആ മുകളിൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. കണ്ടോ, ലേസ് നമ്മൾ ഇപ്പോഴും താഴേക്ക് സെറ്റാക്കിയിട്ടില്ല. ആ ഒരു ചീത്ത ഭാഗം കാണുന്ന രീതിയിലാണ് ഇത് തയ്ച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇനി താഴ്ഭാഗം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലെ വേണം നമുക്ക് ലേസ് വരാൻ. അപ്പോൾ താഴ്ഭാഗം മടക്കി തയ്ക്കുന്നത് നമ്മൾ ഒരു നീളത്തിലൊരു ക്ലോത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു 2 ഇഞ്ച് വീതിയിൽ നീളത്തിലൊരു ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്ലൗസ് നമ്മൾ നമ്മുടെ ലെങ്ത്തിൽ ഇങ്ങനെ എന്താ പറയുക മടക്കി തയ്ക്കാനുള്ള ലെങ്ത്ത് കൂടി ബാക്കിയിൽ ലെങ്ത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും നമ്മൾ ഒരേ ലെങ്ത്തിൽ നമുക്ക് സെറ്റാക്കി കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 2 ഇഞ്ച് വീതി ഞാനൊരു താഴ്ഭാഗം മടക്കി തയ്ക്കാനായിട്ട് 2 ഇഞ്ച് വീതിയിൽ നീളത്തിലൊരു ക്ലോത്ത് ഇങ്ങനെ ലൈനിങ് തുണിയിൽ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിങ്ങനെ രണ്ടാക്കി ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ രണ്ടാക്കി ഒന്ന് മടക്കിയിട്ട് നമ്മൾ ഒരു സൈഡിൽ നിന്ന്, അതായത് ബ്ലൗസിന് ഹുക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. രണ്ടാക്കി മടക്കിയതിന് ശേഷം നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ. അതായത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് വീതിയിൽ നമ്മൾ തയ്ച്ചെടുക്കുന്നുണ്ട് നീളത്തിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് ലേസ് കൊണ്ട് അവിടെ എടുക്കുന്നുണ്ട്. ആ ഒരു സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗത്തൂടെ തന്നെ നമ്മൾ ലേസ് വെച്ച് തയ്ച്ചില്ലേ, ആ ഒരു ഭാഗത്തൂടെ തന്നെ ഈ ഒരു ക്ലോത്തും വെച്ചിട്ട് ഇതുപോലെ തയ്ക്കുന്നുണ്ട്. എന്നിട്ട് മറ്റേ സൈഡ് എത്തുന്നത് വരെ ഇതുപോലെ തയ്ച്ചെടുക്കുന്നുണ്ട്. എടുത്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റി നമുക്ക് ഈ ഭാഗം നമ്മൾ ആദ്യം തയ്ച്ച് തുടങ്ങിയ ഭാഗം ഇതുപോലെ കണ്ടോ, ഇങ്ങോട്ട് നമ്മൾ എക്സ്ട്രാ തുണി ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ എക്സ്ട്രാ ഇട്ട് തുണി ഇതുപോലെ മടക്കിയിട്ട് വേണം നമ്മൾ തയ്ക്കാൻ. കാരണം നമ്മളവിടെ ഹുക്കിൻ്റെ ഭാഗമൊക്കെ വൃത്തിയായിട്ട് തയ്ച്ച് വെച്ചിട്ടുള്ളതാണല്ലോ. എന്നിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഒന്നും കൂടി മുകളിലൂടെ ഒന്ന് തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് ചീത്ത ഭാഗത്തേക്ക് മടക്കി തയ്ച്ച് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ മുകളിലൂടെ ഒന്ന് തയ്ച്ചെടുക്കുക. ഈ ഭാഗവും നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്, ആ ഭാഗവും നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി പിടിച്ചിട്ട് വേണം നമ്മൾ തയ്ക്കാനായിട്ട്. ആണോ, ഇപ്പോൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു ക്ലോത്തിൻ്റെ ചീത്ത ഭാഗത്തേക്ക് ഒന്നുകൂടി മറിച്ച് ഇതുപോലെ പിടിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഉള്ളിലേക്ക് ചീത്ത ഭാഗത്തേക്ക് ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. ക്രോസ് പീസ് ഒന്നും അല്ല കേട്ടോ, നീളത്തിൽ ഒരു പീസ് മടക്കി എടുത്തതാണ്. അപ്പോൾ ഇതുപോലെ തയ്ക്കുമ്പോൾ നമ്മുടെ ലേസ് കണ്ട മുന്നിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് മറിഞ്ഞു വരും. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഒരു ലേസ് വെച്ച് കൊടുക്കാൻ കേട്ടോ. അതായത് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാധാ ബ്ലൗസിൻ്റെ ലെങ്ത്തല്ല, കുറച്ചൊരു ഇറക്കമുള്ള രീതിയിലാണ് അനിയത്തി ബ്ലൗസ് തയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഇടുമ്പോൾ അങ്ങനെ വയറിൻ്റെ ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് ഇത്ര ഇറക്കമുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഇത്ര ഇറക്കം ഉണ്ടാവില്ലല്ലോ. ഒരു 17-18 ഇഞ്ചിലാണ് നമ്മൾ ബ്ലൗസ് തയ്ക്കുക, അതായത് ഒരു 21 ഇഞ്ചോളം ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഭാഗമൊക്കെ നല്ല രീതിയിൽ കരയൊക്കെ വരുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസ്. താഴേക്ക് ഇങ്ങനെ സാരി പോലെ നമുക്ക് കിടക്കുന്നുണ്ട്. ഒക്കെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട്, അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കോളേജിലോ എവിടെയൊക്കെ ഫംഗ്ഷനോ കാര്യങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡൽ തന്നെ ഇത് ഇട്ട് പോവാം. നമുക്ക് ഓണം സ്പെഷ്യൽ എന്ത് പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെ മോഡൽ ഡിസൈൻ നമ്മൾ ഇട്ട് പോകുമ്പോൾ ആരായാലും നമുക്കൊരു വെറൈറ്റി കാണുമ്പോൾ ശ്രദ്ധിക്കല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെ ഇട്ട് പോവാം. അപ്പം ഞാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.